അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഫൈനലി ഇപ്പം ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗേജ് ഏരിയയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പൊതുവെ പെട്ടെന്ന് തന്നെ ബാഗേജ് വരാറുണ്ട്. ഇപ്രാവശ്യം അത് ഡിലേ ആണ്. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾക്ക് അവിടെ ഒരു ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷെ നമ്മളത് നേരത്തെ എടുത്തത് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തതിനാൽ കാരണം നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓൺലൈനായിട്ട് നമ്മൾക്ക് നേരത്തെ ഫില്ല് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ഇവരിവിടെ അതിൻ്റെ ഒരു പേപ്പർ കോപ്പി തരും, അതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പെൻ സപ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു പെന്നൊക്കെ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. അവർ പെന്നൊന്നും തരുന്നില്ലല്ലോ. അപ്പം മാൽദീവ്സിലേക്കോട്ട് വരുവാണെങ്കിൽ മൗറീഷ്യസിലേക്കോട്ടെ രണ്ടും കൺഫ്യൂസിങ് ആണ്. അപ്പം ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ആണ് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലേക്കോട്ട് നമ്മൾ കാല് കുത്തി. മൗറീഷ്യസിലേക്കോട്ട് വരുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടൽസിൻ്റെ പ്രൂഫ് കാണിക്കണം, നിങ്ങൾ എവിടെ താമസിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ 2 ഹോട്ടലാണെങ്കിൽ 2 ഹോട്ടലിലെ ഡീറ്റെയിൽസ് കാണിക്കണം, ഒന്നാണെങ്കിൽ ഒരു ഹോട്ടലിലെ ഡീറ്റെയിൽസ് ബട്ട് കംപ്ലീറ്റ്. പിന്നെ നിങ്ങളുടെ റിട്ടേൺ ഫ്ലൈറ്റും കാണിക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. നേരത്തെ ബുക്ക് ചെയ്ത് കൺഫർമേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ എൻട്രി ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. പിന്നെ ഇത് കൂടാതെ അവർക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തിൻ്റെ ഡിക്ലറേഷൻ ഫോമുണ്ട്. ആ ഹെൽത്തിൻ്റെ ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പം ആൾ പറഞ്ഞു വന്നിട്ട് തന്നെ ഇപ്പം നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ അത് ഫില്ല് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ട് ഓൺലൈനിൽ ഫിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹാർഡ്ലി ഒരു 3 മിനിറ്റിൻ്റെ പണിയാണ്. അതിൻ്റെ സോഫ്റ്റ് കോപ്പി എടുത്ത് ഫോണിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾക്കതിനെ ഇവിടെ കാണിച്ചാൽ മതി. അതിനകത്തൊരു QR കോഡുണ്ട്, QR കോഡ് അവർ സ്കാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇല്ല നിങ്ങളിത് ഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് അത് എഴുതണം. ഒരു പാംഫ്ലെറ്റ് മാതിരി ഒരു സംഭവമുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. പക്ഷേ പിന്നെ അല്ലാതെ വേറെ ഒരു പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. നല്ല സ്മൂത്ത് ഇമിഗ്രേഷൻ പ്രോസസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ നമ്മുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. അതിൽ ഒരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഫ്ലൈറ്റ് ഫസ്റ്റ് ലാൻഡ് ചെയ്തതൊന്ന് രാവിലെ ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു. ഏറ്റവും ആദ്യത്തെ ഫ്ലൈറ്റ് ഇൻഡിഗോ ആയിരുന്നു ലാൻഡ് ചെയ്തത്. കാരണം നമ്മൾക്ക് ഹറിബറി ആൾക്കാർ തിരക്കും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫ്ലൈറ്റിന് വരികയാണെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാവും. ഇനി ഇത് ഇപ്പം നവംബർ 19 തുടങ്ങിയ ഫ്ലൈറ്റാണ്. ഇപ്പം ഇത് ഇൻഡിഗോ തുടർച്ചയായിട്ട് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ ഇത് തന്നെ ഇത് തന്നെയാണ് നല്ലത്, ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് അറ്റ്ലീസ്റ്റ്. പിന്നെ മാൽദീവ്സിൽ പോകാൻ പറ്റാത്തവർക്ക് മൊറീഷ്യസ് ഒരു ഓപ്ഷനായി വരാം അല്ലേ? നമ്മൾ നോക്കിയിട്ട് പറയാം. മൊറീഷ്യസ് മാൽദീവ്സിൻ്റെ കമ്പയർ ചെയ്യുമ്പം നല്ലൊരു ഓപ്ഷൻ ആണോ എന്ന് ഞങ്ങളത് പറയാം.